പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥന കൂടുന്ന മക്കൾ ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന
ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, 10,000-കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിൻ്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. അധ്വാന മാർഗങ്ങൾ, തൊഴിൽ നേടിയുള്ള യാത്രകൾ, സാമ്പത്തികമായ അത് പരിഹരിക്കാനുള്ള യാത്രകൾ, വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകൾ കർത്താവ് ആശീർവദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ചൈതന്യം, എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ ചൈതന്യം, ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന അളിച്ച കർത്താവ് ചൈതന്യം നിൻ്റെ വരത്തിവിടെ നിന്നെ നയിക്കുകയും നിൻ്റെ ജീവിതയാത്രയെ ഫലമണിക്കുകയും ചെയ്യട്ടെ. Lord, increase the spirit of power and grace. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതായത് മനുഷ്യന് ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയും. ലെസ് ലഗേജ് യാത്രക്കാരുടെ ശ്രദ്ധിക്കുക അല്ലേ. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ട്രെയിനിലൊക്കെ എഴുതി വെക്കും, ട്രെയിനിലുണ്ടാവും. അപ്പോൾ ട്രെയിൻ പിന്നെ അവർ നമ്മുടെ ലഗേജ് പ്ലെയിനിലാക്കുകയാണെങ്കിൽ അവർ ലഗേജ് കട്ട് ചെയ്ത് നമ്മൾ വിടത്തുള്ളൂ. ട്രെയിനിൽ അങ്ങനെ ലഗേജ് നോക്കാൻ ആളില്ലാത്ത കാരണം വലിച്ചുവാരി എല്ലാം കൊണ്ടുപോകും. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെസ് ലഗേജ് കുറയ്ക്കുക, യാത്ര സുഗമമാക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ലഗേജ് കൂട്ടണം എന്താണെന്ന് അറിയാമോ? പ്രലോഭനങ്ങൾ കൂടുമ്പോൾ ലഗേജ് കൂടും. ഓരോരോ പ്രലോഭനങ്ങളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് വാരി കെട്ടിക്കുമ്പോൾ എന്തെല്ലാം ഓരോരോ പണ്ട് വലിയ ആർത്തിയോടെ വാങ്ങിച്ച് കൂട്ടിയ കുറേ സാധനങ്ങളുടെ കാല് പോയി, കണ്ണ് പോയി, ചക്കര പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആക്രിക്കാർക്ക് കൊടുക്കത്തില്ലേ? പല പ്രലോഭനങ്ങളും ആക്രിക്കച്ചവടത്തിലുള്ളതാണ്. ഓരോ കാലത്ത് ആക്രാന്തം പോലത്തെ ഓരോ സംഭവം ഉണ്ട്, അവസാനത്ത് ആക്രിയായിട്ട് മാറും. അത് ഹ്യൂമൻ റിലേഷനിലും ഈ ആക്രികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുള്ള അകൽച്ച വന്നിട്ട് അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകുന്നത്. പണ്ട് ആക്രാന്തം മൂത്തെടുത്തതാണ്, പിന്നെ ആക്രിയായി പോയത്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിന്മയും രക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത പ്രാർത്ഥനയാണ്. അത് എപ്പോഴും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഇഷ്യൂവിനെക്കുറിച്ച് ചിന്തിക്കുക, പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിന്മയും രക്ഷിക്കണമേ. ജീവിതം തന്നെ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദേശീയ പാത രൂപീകരിക്കണം. ദൈവത്തിന് ഏത് സമയത്തും അനായാസമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, യേശു കർത്താവാണെന്ന് നാഥൻ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്താണ്? ദൈവം മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ? അതിന് വിശ്വാസത്തിന് അംഗീകാരം എന്ന അർത്ഥമെന്ന്. അംഗീകരിക്കണം. എന്ത് ചെയ്യും? വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. മത്തായി 7:20 അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. മത്തായി 7:17 എടുത്തേ. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുക സാധിക്കുകയില്ല. അപ്പൊ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയണത്. അപ്പൊ പിശാചത് അംഗീകരിക്കണില്ലല്ലോ. എന്താണ്? വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിശാച് യേശു മരിച്ചു ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിന് അംഗീകരിക്കണില്ല. അംഗീകരിക്കാത്ത കാരണം എന്ത് പറ്റും? ഫലങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഫലങ്ങളിൽ നിന്നാണ് അറിയണത്. ഇപ്പം നമ്മളെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫലങ്ങൾ നമ്മളാ യേശു കർത്താവാണെന്ന് വിശ്വാസം, അവൻ ദൈവവനും മരിച്ചു ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനം നമ്മൾ അംഗീകരിക്കാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ ഉയർപ്പിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമല്ലോ, അവിടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചെയ്തികൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ.
നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ. ഒരാൾ ഒരു മറ്റ് മതസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളോട് കാശ് ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ ചിലവഴിക്കണത് എന്നോടെക്കുറിച്ച് ഞങ്ങൾക്ക് അതെങ്ങനെ ചിലവഴിക്കാമെന്ന്. അതായത് അദ്ദേഹം പറഞ്ഞ ഇതാണ്, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ, എങ്ങനെ ഉണ്ടാക്കാം അതാണ് പ്രശ്നം. കാശ് എങ്ങനെ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും, എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഫലങ്ങൾ അത് ചെയ്യും. അതായത് ചീത്ത ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന് ചീത്തഫലങ്ങൾ ഇപ്പം നിനക്ക് കിട്ടിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസൊക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ. അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാർ അവർ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം. വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. എങ്ങനെ ക്രിസ്ത്യൻസ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ഉദയംപുരം സൂനദോസിൽ ഇവിടെ നേരത്തെ കള്ള് കച്ചവടമൊക്കെ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ഉദയംപുരം സൂനദോസ് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകൾ ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബിസിനസ്സും ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ നീ ആ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യുക. സഭയുടെ അകത്ത് നിന്നുകൊണ്ട് നിനക്ക് ബാർ കച്ചവടം നടക്കത്തില്ല. അത് സിമ്പിളല്ലേ. ഞാൻ എൻ്റെ പ്രവർത്തനോട് എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മ്ലേച്ഛമായ ലാഭങ്ങൾ ഒഴിവാക്കുക. ലാഭം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്, ആ ചിലത് മ്ലേച്ഛമായിരിക്കും, സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. അത് നിലപാട് തന്നെയാണ് ചെയ്യുക, സുവിശേഷ വിഹിതമായ നിലപാടാണത്. അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത്, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. എൻ്റെ മക്കൾ ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരുമെന്ന് പറഞ്ഞില്ലേ. നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അവരാണ് നമ്മുടെ ഭീഷണി, അല്ലാതെ പിശാചല്ല ഭീഷണി. അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അത് അത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത്, സുവിശേഷ സാക്ഷിയെ ജീവിക്കുക എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അത് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ്, അസാധ്യമായ കാര്യമല്ലത്. പേര് നീലിമ ജോഷി. ഞാൻ എറണാകുളം സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവും ഈശോപ്പച്ചയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2003 5th മന്തിലായിരുന്നു. അതിന് മുന്നേ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഇളയ മോന് അവൻ രാത്രി ഒരു 11 മണിയായപ്പം വല്ലാണ്ട് പേടിച്ചുള്ളൊരു കരച്ചിൽ കേട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പം അവൻ മൂക്കിലോട്ട് ഒരു മഞ്ചാടിക്കുരു കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഡീപ്പായിട്ട് ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ അന്ന്. ഞാൻ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നില്ല, പക്ഷേ വെഞ്ചരിച്ച മാതാവിൻ്റെ ഉപ്പും തേനുമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊച്ചിന് കൊടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് എമർജൻസി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർക്ക് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ENT സ്പെഷ്യലിസ്റ്റിനെ വരുത്തി. അവരും അവരുടെ ക്ലിനിക്കിലോട്ട് കൊണ്ടുപോയി ഫോസെപ്സ് ഒക്കെ കൊണ്ടുപോയി എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് എടുക്കാൻ സാധിച്ചില്ല. കാരണം അവൻ ചെറുതായിരുന്നു, അത് അവൻ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം മൂക്കൊക്കെ വല്ലാണ്ട് ബ്ലീഡ് ചെയ്ത് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ അനസ്തേഷ്യ കൊടുത്ത് എൻഡോസ്കോപ്പി ചെയ്തിട്ട് മെയിൻ സർജൻ വന്നിട്ടേ അത് നോക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ അഡ്മിറ്റായി. അന്ന് രാത്രി മുഴുവൻ ഞാൻ അമ്മയോട് അമ്മ മാതാവ് തന്നെ വന്ന് അത് അവന് ആ കുരു മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ 7 മണിയായപ്പോഴേക്കും കുഞ്ഞിനെ OT കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുത്തു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്
എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലോട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് കുരു കിട്ടിയോ ഡോക്ടറെ എന്നാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് അത് കുരു അവർ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ കുരു അവിടെ ഉണ്ടായിരുന്നില്ല, കുരു കണ്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ തലേദിവസം ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, അത് നോക്കുമ്പോൾ ഒക്കെ ഉള്ളിലോട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുമാണ്. പക്ഷേ അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് തന്നെ വന്ന് അത് മാറ്റി കൊടുത്തു എന്നാണ്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ഇതിനി അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ട് വല്ലതും ഇറങ്ങിപ്പോയിട്ട് വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഇല്ല, അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഇതിനു മുമ്പേ ചോക്കിങ്ങും ഒരുപാട് ഡിസ്റ്റർബൻസസും ഇതിനു മുമ്പേ കാണിച്ച് കോംപ്ലിക്കേറ്റഡ് ആയാനെ. പക്ഷേ അത് അവിടെ ഇല്ല, എങ്ങനെയാണോ അത് പോയെന്ന് അറിയില്ല, ചിലപ്പോൾ അത് തുമ്മിയപ്പോഴും അങ്ങനെ വല്ലതും പോയതായിരിക്കും. പക്ഷേ വീട്ടിൽ വെച്ച് കൊച്ചു ഒരുപാട് പ്രാവശ്യം തുമ്മിയിരുന്നത് പോയിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് മാതാവ് എടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മകന് സ്കൂളിൽ വിട്ടു തുടങ്ങിയതിന് ശേഷം ഒരുപാട് പനി എപ്പോഴും വരുമായിരുന്നു. ഒരു മാസം ഒരു 30 ദിവസത്തിനിടയിൽ ഒരു 4 ഡോസ് ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പനി മാറി ഒരു 3-ാം ദിവസം വീണ്ടും പനി വരും, ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഡോക്ടർ അവസാനം ഫ്ലൂവിൻ്റെ വാക്സിനേഷനൊക്കെ കൊടുക്കാൻ പറഞ്ഞു. വാക്സിനേഷൻ കൊടുത്തതിന് ശേഷവും ഇത് തന്നെയായിരുന്നു, പനി റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും, 104 ഡിഗ്രി വരെയൊക്കെ പോകും, ഭയങ്കര പൊള്ളുന്ന പനിയായിരിക്കും. അപ്പോൾ അത് ഞാൻ മാതാവിനോട് നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, വാക്സിനേഷൻ കൊടുത്തു, എല്ലാം കൊടുത്തു, ഇനി ഒന്നും രക്ഷയില്ല, അമ്മ തന്നെ അത് മാറ്റിത്തരണം, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്ന് ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ നിരന്തരമായി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം അവന് ഒരു മാസത്തിന് ശേഷം പിന്നെ അവൻ അങ്ങനെ പനി വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞു, കുഞ്ഞിന് അങ്ങനെ ആൻറ്റിബയോട്ടിക് ഇതുവരെയായിട്ടും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇടയ്ക്ക് വരുന്ന ഒരു സാധാരണ ജലദോഷപ്പനി അല്ലാണ്ട്, ഒരു കാൽപോളിൽ മാറുന്ന പനി അല്ലാണ്ട് മറ്റൊന്നും എൻ്റെ കുഞ്ഞിന് പിന്നീട് വന്നിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മകളുടെ വിദ്യാഭ്യാസം. അവളിപ്പോൾ 12th ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അവൾ നല്ലോണം പഠിക്കുന്ന കുട്ടി തന്നെയാണ്. എന്നിരുന്നാൽ പോലും നല്ലൊരു സ്കോർ കിട്ടി പാസ്സാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം. അത് മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ മോൾക്ക് 97% മാർക്കോടുകൂടെ CBSE 12th അവൾ പാസ്സായി. പക്ഷേ 12th അവൾ എടുത്തിരുന്ന സബ്ജക്ട്സ് ബയോളജിയും IP ആയിരുന്നു. നീറ്റിന് വേണ്ടിയാണ് ആദ്യം പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ 11th ഒരു ഹാഫ് ആയതോടുകൂടി അവൾക്ക് ആ നീറ്റിനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു, ആ സബ്ജക്റ്റ് ഇനി വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ മാത്സ് അപ്പം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരുപാട് കോഴ്സസിലോട്ടുള്ള ഡോസ് അങ്ങനെ ഷട്ടായി. അത് നമുക്കൊരു വലിയൊരു വിഷമമായിരുന്നു. മാത്സ് പിന്നെ ഡ്രോപ്പ് ചെയ്ത് പോയല്ലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴൊക്കെ മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാനത് മാതാവിനെ ഏൽപ്പിച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചെടുത്തിരുന്നതാണ്, എൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും ചിലപ്പോൾ ഒക്കെ പരിഭവം പറഞ്ഞും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൈ വിരിച്ച് പിടിച്ചുള്ള ജപമാലയും ഇടയ്ക്ക് ഒരുപാട് സ്തുതിച്ചുകൊണ്ടുള്ള ജപമാലയൊക്കെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോള് ക്യുസാറ്റിൻ്റെ എൻട്രൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എൻട്രൻസ് പോലും നമ്മൾ ആഗ്രഹിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തതല്ല, അവളുടെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് നമ്മൾ ആപ്ലിക്കേഷൻ വിടുന്നത്. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ആ എൻട്രൻസിൽ മാത്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. 11th 12th മാത്സ് പഠിച്ചിട്ടുള്ള കുട്ടിയല്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 90 ക്വസ്റ്റ്യൻസും മാത്സ് റിലേറ്റഡ് ആണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എഴുതുന്ന അതേ എൻട്രൻസ് ആണ് ഈ മാത്സ് പഠിക്കാത്ത കുട്ടിയും എഴുതേണ്ടി വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് MCA ആയിരുന്നു കോഴ്സ്. അപ്പോൾ നമുക്കത് ഭയങ്കര ടെൻഷനായിരുന്നു, കൊടുത്ത് വെറുതെ ആയിപ്പോയല്ലോ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കൊടുക്കേണ്ടിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമമായിരുന്നു. എന്നാലും മാതാവിന് ഉള്ള ഉറച്ച വിശ്വാസത്തിൽ മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ എക്സാമിന് പോവുകയായിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഹൈ സ്കോർ തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതൊരു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയ, ശക്തമായ മാധ്യസ്ഥം കൊണ്ട് മാത്രം കിട്ടിയൊരു അനുഗ്രഹമാണ്. കാരണം മാത്സ് എഴുതിയ കുട്ടികളോടൊപ്പം തന്നെ നിന്ന് അവരെക്കാട്ടും കൂടുതൽ സ്കോർ ചെയ്ത് മാത്സിൽ 90 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻ മാത്രമാണ് എൻ്റെ മോൾ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ ഒരെണ്ണം അവൾക്ക് തെറ്റുകയും ചെയ്തു. ബാക്കിയുള്ള കെമിസ്ട്രിയും ഫിസിക്സും മാത്രമാണ് അവൾ പിന്നെ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ നിന്ന് മാതാവ് അവൾക്ക് ജനറൽ സീറ്റ് തന്നെ കൊടുത്തു. യാതൊരു റിസർവേഷനും ഇല്ലാണ്ട് എൻ്റെ മകൾക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. എനിക്ക് അന്നാലാണ് സാക്ഷ്യം പറയുമ്പോൾ അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഒരു റിസർവേഷനും എൻ്റെ കുട്ടിയുടെ ഒരു മെറിറ്റും ഇല്ലാണ്ട് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. അത് മാതാവ് സാധിച്ചതെന്ന് ഇവിടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. ഇന്ന് എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു. പലതിൻ്റെയും റിസൾട്ട്സ് ഒന്നും കാണത്തില്ല, ചിലരിൽ നമുക്ക് നഷ്ടം വരും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് നഷ്ടം വന്നിരുന്ന മേഖലകളിൽ പോലും മാതാവ് നമുക്ക് ഉയർച്ച തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് തന്നെ അതിശയം തോന്നും. അതുപോലെയാണ് മാതാവിൻ്റെ കൈക്കുള്ളിൽ വെച്ച് നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ്. എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പം ഒരു നടുവേദന വന്ന് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങ് കിടന്നു പോകും. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും, ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളെടുത്ത് പൊക്കി നമ്മൾ കൊണ്ടുപോകണം. അത് എഴുന്നേക്കുന്നത് തന്നെ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ആ വേദന കാരണം എനിക്ക് ശ്വാസം വലിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മൈന്യൂട്ട് വൈബ്രേഷൻ പോലും എൻ്റെ നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ വെള്ളം പോലും അധികം കുടിക്കില്ല. കാരണം വാഷ്റൂമിൽ പോകേണ്ടി വരുമല്ലോ, എഴുന്നേക്കേണ്ട വേദന ആലോചിച്ച് പേടിച്ച് ഞാൻ വെള്ളം
വെള്ളം തന്നെ കുടിക്കത്തില്ല. പക്ഷെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് താനേ ആ വേദന പോകും. അങ്ങനെ ഒരിക്കൽ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോഴാണ് ഡോക്ടർ എക്സ്റേ എടുക്കുകയും പിന്നീട് MRI എടുക്കുകയൊക്കെ ചെയ്തപ്പം എൻ്റെ ഡിസ്കിനുള്ള ചെറിയ ബൾജിങ് ആണ്, അതുകൊണ്ടുണ്ട് നെർവ് കംപ്രഷൻ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു. ഒരു ഡേഞ്ചറസ് സ്റ്റേജ് ഒന്നുമല്ല, എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കണം, കുനിയാൻ പാടില്ല. കുനിഞ്ഞ ഒരു സാധനം തറയിലെടുക്കണമെങ്കിൽ മുട്ട് മടക്കി മാത്രമേ ബെൻഡ് ചെയ്തെടുക്കാവൂ. നട്ടലൊരിക്കലും വളയരുതെന്നാണ് പറഞ്ഞ് കുറേ ഫിസിയോതെറാപ്പിയും എക്സസൈസുകളും എനിക്ക് തന്നു. പക്ഷേ എനിക്ക് അന്ന് മോന് 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ കുട്ടീനെയും വെച്ച് ഓടി നടക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും നട്ടൽ വളയ്ക്കാണ്ട് ഇങ്ങനെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചിനെ കുളിപ്പിക്കണം, പല്ലേപ്പിക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അവൻ്റെ പുറകെ ഓടണം. അപ്പോഴൊക്കെ നമുക്ക് നട്ടൽ വളയ്ക്കാണ്ട് ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. ക്രമേണ എനിക്ക് വേദന കൂടി വന്നു. പിന്നീട് എനിക്ക് വീട്ടിനുള്ളിൽ തന്നെ നടക്കാൻ, എൻ്റെ കാലിലോട്ട് ഉള്ള ഞരമ്പിൻ്റെ കംപ്രഷൻ കാരണം എനിക്ക് കാലിലോട്ട് പ്രയാസമുണ്ടായി നടക്കാൻ തന്നെ. അപ്പം ഞാൻ വീട്ടിനുള്ളിൽ പോലും ഞാൻ ചട്ടി നടക്കുന്നൊരവസ്ഥയെത്തി. വേദന എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. പൂറ്റി എനിക്ക് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പേടിച്ചു. ഞാൻ ദൈവമേ, കൊച്ചു ചെറുതാണ്, 2 ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് എനിക്കുള്ളത്. ഒരാൾ ബോർഡ് എക്സാമിന് നോക്കുന്നു, ഒരാൾ ചെറിയൊരു ടോഡ്ലറുമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ കിടന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം എന്നെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ നിരന്തരം, എനിക്ക് എക്സസൈസുകളുടെ ഡോക്ടർ പറഞ്ഞ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം വേദന മൂലം ഡോക്ടർ ഒരു ദിവസം 100 പ്രാവശ്യം ചെയ്യണമെന്ന് പറയുന്ന എക്സസൈസ് ഒരു 5-10 പ്രാവശ്യം ഞാൻ എൻ്റെ വേദന പിടിച്ച് ഞാൻ ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മുടങ്ങാണ്ട് ഞാൻ തൈലവും ഉപ്പും തേനും ഞാൻ ഉപയോഗിച്ച് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്കത് പൂർണ്ണമായും മാറ്റി തന്നു. ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും, എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാം. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് പിന്നീട് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ഡയഗ്നോസ് ചെയ്തിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ് അതിന് ക്യൂറില്ല, അത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ടും എക്സസൈസ് കൊണ്ടും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മസിൽസ് വീക്ക് ആകുന്നത്, നമുക്ക് വല്ലാണ്ട് എക്സസീവ് പെയിൻ നമ്മുടെ ഓരോ ബോഡി പാർട്സിനും ഉണ്ടാകുകയും ഉറക്കക്കുറവ്, മൂഡ് സ്വിങ്സ്, സ്ട്രെസ്സ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പക്ഷേ അതിൽ നിന്നും മാതാവിനെ രക്ഷിച്ചു. ഇപ്പോൾ എനിക്കങ്ങനെ ബോഡി പെയിനും ഒന്നുമില്ല. ഫൈബ്രോമയാൾജിയ ഉള്ള മറ്റുള്ള പേഷ്യൻസിൻ്റെ പല സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലുള്ള പല ബുദ്ധിമുട്ടുകളും കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതേ രോഗമുള്ള എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. അറ്റ് പ്രസൻറ്റ് എനിക്ക് യാതൊരു വേദനയും ഒന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ കിടന്നു പോകുന്ന ആ ഒരു നടുവേദന പിന്നെ വന്നിട്ടേ ഇല്ല. മറ്റേത് ഒരു 3 മാസം 4 മാസം കൂടുമ്പം അങ്ങനെ 4 ദിവസത്തേക്ക് കിടന്നു പോകുന്നൊരു സിസ്റ്റം ആയിരുന്നു എനിക്ക്. ഇപ്പം ആ 2 വർഷമായിട്ട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല. ഒരുപാട് രോഗസൗഖ്യങ്ങൾ മറ്റതുമുണ്ട്. കണ്ണിന് പ്രയാസം വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തൊണ്ടയ്ക്ക് ഇറക്കാൻ പ്രയാസം, തൊണ്ടവേദന വരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഓരോ അസുഖങ്ങളും ഇപ്പം നമുക്ക് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ആ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും തന്നിരുന്ന രോഗങ്ങളാണ്. ഇതെല്ലാം ഉപ്പും ഉടമ്പടി തൈലവും തേനും മാത്രം വെച്ചുകൊണ്ട് മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ സൗഖ്യങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിലൊരു നെയിം മിസ്മാച്ച് കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് ആ ഒരു എമൗണ്ട് ബ്ലോക്കായിട്ട് കിടക്കുകയായിരുന്നു. എൻ്റെ 3rd നെയിം ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പല വഴിയും ഞാൻ നോക്കി. പിന്നീട് ഞാൻ ആ പൈസ നഷ്ടപ്പെട്ടതാണ്, ഇനി അത് നോക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിട്ട് കളഞ്ഞതാണ്. ഒരു 8 ഇയേഴ്സായിട്ട് ഞാനത് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. അത് ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു. എന്തായാലും അത് ഒരിക്കലും നടക്കത്തില്ല, മാതാവിലൂടെ മാത്രമേ അത് കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ആകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഉടമ്പടി പുതുക്കി ചെന്ന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ആ ബാങ്കിൽ നിന്നൊരു കോൾ വരികയുണ്ടായി. എന്താണിത് കറക്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ട് ആ ഒരു ഷെയർ ഡിമെറ്റീരിയലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പേര് മിസ്മാച്ച് ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും എന്നെ എടുക്കാണ്ടിരുന്ന ബാങ്കിലെ എംപ്ലോയീസാണ്. പിന്നീട് അവരിങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പിന്നീടും പല ഘട്ടങ്ങളിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ പേരിന് മിസ്മാച്ച് മാറ്റാനുള്ള ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ IDസോ ഒന്നും നമ്മുടെ കയ്യിൽ പ്രൂഫായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം മാതാവ് തന്നെ നിന്ന് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ 8 വർഷത്തിന് ശേഷം എനിക്ക് ആ ഷെയർ സർട്ടിഫിക്കറ്റ് എൻ്റെ കറക്റ്റ് പേരിലാക്കി അത് ഡിമെറ്റലൈസ് ചെയ്ത് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എനിക്ക് അത് എണ്ണിയാൽ തീരത്തില്ല. ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ മാത്രമാണ്. ഇതെല്ലാം എനിക്ക് നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മിക്ക ദിവസവും തന്നെ ഞാൻ സ്റ്റേറ്റസ് ഇടുമായിരുന്നു. ആദ്യമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് അറിയാവുന്നവർ കണ്ടാൽ എന്താ വിചാരിക്കുക. പിന്നീട് അങ്ങനെയല്ല, ഞാൻ മൂലം ഇതുപോലെ ഒരു സാക്ഷ്യത്തിലൂടെയും ഒരു പത്രത്തിലൂടെയാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ അത് ഈശോയുടെ സ്നേഹത്തിനെ പ്രതി ഞാനത് ഡെയിലി സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. ഒരുപാട് പേര് അത് കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം. അതുപോലെ ദൈവകാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ നമ്മുടെ അവിടെ ഒരു തെരുവിലേക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഓർഗനൈസേഷനുണ്ട്. അവിടെ റെഗുലറായിട്ട് പൈസ കൊടുക്കലാണ് ചെയ്യാറ്. അതുപോലെ ഒരു പാലിയേറ്റീവ് കെയറിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്.
പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് കാണുമ്പോൾ അത്ര ഇവരൊക്കെ പറ്റിപ്പീരായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ സംശയത്തോടെയാണ് പലരും ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പൈസ കൊടുക്കാനും അത് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യാനും. ആദ്യം പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഷെയറൊന്നും നമ്മൾ ചെയ്തെന്ന് വരത്തില്ല. ഇപ്പം അങ്ങനെയല്ല. അത് ഈശോയ്ക്ക് വേണ്ടി അത് പലവർക്കും ഷെയർ ചെയ്ത് അവരുടെ വേദനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പിരിച്വലി ഒരുപാട് വളർന്നിട്ടുണ്ട്. കൊറോണ പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ കുർബാനയ്ക്ക് ഞായറാഴ്ച പോകുന്നത് തന്നെ അത് ഓൺലൈൻ മാസിലോട്ടൊക്കെ ചുരുക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് ഉടമ്പടിക്ക് ശേഷമാണ് റെഗുലറായിട്ട് കുർബാന കാണാനും പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വരുത്താണ്ട് ഒരുപാട് സ്നേഹത്തോടുകൂടി ആത്മാർത്ഥയോടെ ചെയ്യാനും സാധിച്ചത്. അതിലൂടെയാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടതും. ഒരുപാട് സന്തോഷവും സ്നേഹവും സമാധാനവും ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. എല്ലാം നേടിത്തന്ന മാതാവിന് ഒരുപാട് നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം തിരുവചനം. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ് നമുക്ക് തോന്നുമെങ്കിലും ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഉടമ്പടിയിൽ ഒരു വലിയ പരസ്പര ബന്ധത്തിൻ്റെ ആഴമാണ് ഒരു ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴമളക്കുന്ന ഓരോ അനുഭവങ്ങളാണ് നാം ഓരോ നിമിഷവും ഈ അൾത്താരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ദൈവാനുഭവമാണ് ഓരോ ജീവിതാനുഭവത്തിലും നമുക്കുണ്ടാകുന്നത്. ഇവിടെ നീലിമയ്ക്കുണ്ടായ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ നാം കേൾക്കുകയായിരുന്നു. 3 വയസ്സുള്ളൊരു മകൻ്റെ മൂക്കിലൊരു മഞ്ചാടിക്കുരു പോകുമ്പോൾ ഈ അമ്മ തന്നെ എല്ലാ ഡോക്ടേഴ്സും ട്രൈ ചെയ്തു, കിട്ടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കാര്യം വളരെ ചെറുതാണെങ്കിലും അത് ആർക്കും പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഈ അമ്മ തന്നെ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, അമ്മ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ആ മൂക്കിലുള്ള ആ മഞ്ചാടിക്കുരു അങ്ങ് തന്നെ പുറത്തെടുക്കണമെന്ന്. ഡോക്ടേഴ്സൊന്നും എടുക്കാതെ അത് അവിടെ നിന്ന് കാണാതാവുകയും മകൻ വളരെ പെട്ടെന്ന് സൗഖ്യത്തിലേക്ക് വരികയും ചെയ്തതുപോലെ തന്നെ മകൻ്റെ പനി പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവുമൊക്കെ ഈ മകൻ്റെ ഒരു ആൻറ്റിബയോട്ടിക്കായി മാറിയെന്നാണ് ഇവിടെ നീലിമ സാക്ഷ്യപ്പെടുത്തുന്നത്. വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് നമ്മുടെ ഈ അൾത്താരയിൽ നാം ഇവിടെ പ്രസ്താവിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മകളുടെ ബയോളജി ടീം സെറ്റായിരുന്നു മകൾ 10ാം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുസാറ്റ് MCA എടുത്തപ്പോൾ മകൾക്ക് അതിനു വേണ്ടി മാത്സിൻ്റെ ഒരു പാർട്ട് വന്നപ്പോൾ ഈ അമ്മ വളരെയധികം തകർന്നുപോയി. അമ്മയും മകളും ഒരുപോലെ ഇഷ്ടപ്പെടാത്തൊരു പാർട്ട് എഴുതേണ്ടി വന്നു. പക്ഷേ പരിശുദ്ധ അമ്മയോട് എപ്പോഴും തീരുമാനം അറിയിക്കുന്നതുകൊണ്ട് മകളുടെ ആ പരീക്ഷ വളരെ എളുപ്പമായി തീർന്ന് മകൾക്ക് 97% മാർക്കാണ് പരിശുദ്ധ അമ്മ നൽകിയത്. പരിശുദ്ധ അമ്മയോട് കൂടി നിൽക്കുമ്പോൾ നമുക്കറിയാം ഉടമ്പടിയിൽ നമുക്കുണ്ടാകുന്ന പ്രോഗ്രസ്, നമുക്കുണ്ടാകുന്ന പ്രോസ്പെറിറ്റി എന്തുമാത്രം വലുതാണെന്ന് നമുക്ക് എണ്ണിയാൽ തീരില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ ഒരു 5%-10% കൂട്ടിക്കിട്ടുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെറിറ്റിൽ പോകുന്നതായിരിക്കാം. പക്ഷേ വളരെ ഡീമെറിറ്റായിട്ടുള്ള ഒരു അവസ്ഥയിൽ കുട്ടി വളരെ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ തന്നെയാലും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു സ്ഥിതിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ പെർസെൻറ്റേജ് അത് അമ്മ തന്നെ ഈശോയിൽ നമുക്ക് നൽകുന്നതാണെന്ന് നമുക്ക് കൃത്യമായിട്ടും ബിലീവ് ചെയ്യാം. കാരണം ഈശോയുടെ ഒരു കണക്ക് ഇങ്ങനെയാണ്, 1:99. ഒരു ആട് നഷ്ടപ്പെടുമ്പോൾ ഈശോ 99 അവിടെ വിട്ടിട്ടാണ് അന്വേഷിക്കാൻ പോകുന്നത്. 1:99. അതുപോലെ 5 അപ്പം കൊണ്ടാണ് ഈശോ 5000 പേർക്ക് തീറ്റിപ്പോറ്റുന്നത്. അതുപോലെ നമ്മുടെ ഈശോ വളരെ കണക്കിൽ വളരെ വീക്കാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അത് വീക്ക്നെസ് അല്ല, നമ്മുടെ വലിയൊരു സ്ട്രെങ്ത്താണ്. ഈശോയാണ് നമ്മുടെ എല്ലാ കണക്കിനെയും നമുക്ക് നല്ല പെർസെൻറ്റേജ് നൽകുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ കണക്കാണ് നമുക്കുണ്ടായിരിക്കേണ്ടതെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരി പറയുകയായിരുന്നു, ഇവർ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്കൊരിക്കലും ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തിട്ടുണ്ടെന്ന്. നമ്മുടെ പ്രോസ്പെറസിൻ്റെ ഒരു സമൃദ്ധിയുടെ ഒരു അടയാളമാണ് നാം പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കറിയാം. പച്ച കളർ നാം പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ ലോകത്തിനും നമ്മുടെ കുടുംബത്തിനും ഹൃദയത്തിനുമെല്ലാം ഒരു ഗ്രീൻ സിഗ്നൽ നമുക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയാണ് നാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഗ്രീൻ കളർ എപ്പോഴും പച്ചപിടിച്ച് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സഹോദരിയുടെ ഫൈബ്രോമെജോലിയ എന്ന വലിയ അസുഖം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിയതായി സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരിക്കുണ്ടായിരുന്ന വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അവരുടെ നെയിം ഷെയർ സർട്ടിഫിക്കറ്റിലെ പേരിനുള്ളൊരു വ്യത്യാസം.
എല്ലാ ഡോക്യുമെൻറ്റുകളിലേക്കും എല്ലാ ഓഫീസുകളിലേക്കും പരിശുദ്ധ അമ്മ കടന്നു ചെന്ന് നമ്മുടെ എല്ലാ ജീവിത തരംഗങ്ങളിലും പരിശുദ്ധ അമ്മ ഒരു വലിയ താരമായി മാറുന്ന, സൂപ്പർ ഹീറോനായി മാറുന്ന ഒരു വലിയ അവസ്ഥയാണ് നാം കാണുന്നത്. ഇവിടെ നീലിമയ്ക്ക് കിട്ടിയ കുടുംബത്തിനും നീലിമയ്ക്കും മക്കൾക്കും അവരുടെ തലമുറകൾക്ക് പോലും ഇപ്പോൾ അമ്മ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവരുടെ ഏറ്റവും നല്ല സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.